ആലപ്പുഴ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ബി ശ്രീകുമാർ ചേരുന്നുണ്ട്. ശ്രീകുമാർ, സമരപോരാട്ടങ്ങൾക്ക് വേദിയായ ആലപ്പുഴ DC ഓഫീസിൽ ഇപ്പോൾ അവസാനമായി VS എത്തിയിരിക്കുകയാണ്. അവിടെയും എത്ര നേരം ഉണ്ടാകും ഈ പൊതുദർശനം? നേരത്തെ ക്രമീകരിച്ചിരുന്ന സമയക്രമങ്ങളൊക്കെ തെറ്റാനുള്ള സാധ്യതയാണോ അവിടെയും ഉള്ളത്? സമയക്രമീകരണങ്ങളെല്ലാം പാടെ മറിഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന്. പ്രത്യേകിച്ചും VSന്റെ തട്ടകമായിരുന്ന ആലപ്പുഴ. ഈ ആലപ്പുഴയിൽ VS അവസാനമായി എത്തിയിരിക്കുകയാണ്. നിശ്ചലമാണെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകത. പക്ഷേ ഒരു കാലത്ത് VSന്റെ പ്രധാന തട്ടകവും ഈ പ്രദേശത്തെ ജനങ്ങളുടെയൊക്കെ വലിയ ആവേശവും ഒക്കെ ആയിരുന്ന VS വീണ്ടും DC ഓഫീസിൽ എത്തിയിരിക്കുന്നു. പക്ഷേ VSന്റെ നിശ്ചലാവസ്ഥയിലാണെന്ന് മാത്രമാണ് പറയാനുള്ളത്. VSനെ കാണാനായിട്ട് രാവിലെ മുതൽ തന്നെ DC ഓഫീസിന് മുന്നിൽ നീണ്ട നിരയാണ്. അത് ആലപ്പുഴക്കാർ മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വയനാട്ടിൽ നിന്നായാലും കണ്ണൂരിൽ നിന്നായാലും കാസർഗോഡ് നിന്നായാലും അങ്ങനെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്നും രാവിലെ തന്നെ കുടുംബസമേതം ഇന്നലെ തന്നെ എത്തിയതാണ്. പക്ഷേ രാവിലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്ന 9 മണിക്കായിരുന്നു പറഞ്ഞിരുന്നത്. ഈ 9 മണി എന്നുള്ള സമയം തന്നെ മാറി ഏതാണ്ട് 4 മണി ആയപ്പോഴാണ് DC ഓഫീസിലേക്ക് എത്താൻ സാധിച്ചത്. ഇന്നലെ 2:15 പുറപ്പെട്ട വിലാപയാത്ര 151 കിലോമീറ്റർ പിന്നീടാണ് ഏതാണ്ട് 22 മണിക്കൂർ എടുത്തു. ആ 22 മണിക്കൂറിന് ശേഷമാണ് ആലപ്പുഴയിലെ VSന്റെ കുടുംബ വീടായ പറവൂരിൽ എത്തിക്കഴിഞ്ഞത്. അവിടെ മണിക്കൂറുകളോളം അവിടെ പൊതുദർശനത്തിന് വെച്ചു. അവിടെ ഏറെ പ്രയാസപ്പെട്ടാണ് ആൾക്കാരെയൊക്കെ നിയന്ത്രിക്കുകയും വിലാപയാത്ര വീണ്ടും DC ഓഫീസിലേക്ക് പുറപ്പെടാനൊക്കെ സാധിച്ചത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞത് VSന്റെ തട്ടകം, VSന് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു സ്ഥലം, അതായത് കൃഷിയെയും അതുപോലെ തന്നെ പ്രകൃതിയെയും ഒക്കെ സ്നേഹിച്ച ഒരു മനുഷ്യ സ്നേഹി, ഒരു രാഷ്ട്രീയ നായകൻ. ആ രാഷ്ട്രീയ നായകൻ മരിച്ചെന്ന് പോലും വിശ്വസിക്കാനാവാത്ത ഒരു ജനത. അതുകൊണ്ട് തന്നെ അവരുടെ മുദ്രാവാക്യം വിളികളിലൊക്കെ പറയുന്ന ഇതിനാണ് ഇല്ല VS മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നൊക്കെയുള്ള മുദ്രാവാക്യം കേൾക്കുമ്പോൾ തന്നെ ഇത് കഴിഞ്ഞ ദിവസം തുടങ്ങിയതാണ്. ഈ മുദ്രാവാക്യം വിളികളൊക്കെ നമ്മുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുകയാണ്. അതില് മുദ്രാവാക്യം വിളിക്ക് ഈ വലിപ്പ ചെറുപ്പങ്ങളെല്ലാം കൊച്ചു കുട്ടികൾ മുതൽ വനിതകൾ വരെ VSനോടുള്ള ആദരസൂചകമായി തന്നെ പ്രിയപ്പെട്ട നേതാവിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിയും അതുപോലെ തന്നെ റോസാപ്പൂക്കളുമായിട്ട് കാത്തുനിൽക്കുകയാണ്. റീത്തും രക്തപുഷ്പങ്ങളും ഒക്കെയായി കാത്തുനിൽക്കുകയാണ്. അവർക്ക് ഈ എന്തായാലും കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള അവർ ചിലപ്പോൾ നിയന്ത്രണാതീതമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ റെഡ് വോളണ്ടിയർമാരും പോലീസും ഒക്കെ വലിയ പണിപ്പെട്ടാണ് അവരെ നിയന്ത്രിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും സ്വയം നിയന്ത്രിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ തങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി കാണണം, ആ കണ്ടിട്ട് ശേഷം മാത്രമേ മടങ്ങൂ. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അതിനിടയിൽ കനത്ത മഴ വന്നു, കാറ്റ് വന്നു. VSന്റെ ഭൗതികദേഹം ഇവിടെ എത്തിയ സമയത്ത് തന്നെ വലിയ മഴയായിരുന്നു. കുടചൂടിയാണ് VSന്റെ ഭൗതികദേഹം പുറത്തെടുത്തത്. അങ്ങനെ കനത്ത മഴയെ അവഗണിച്ചും ആൾക്കാർ ഇങ്ങനെ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. മഴയൊന്നും അവർക്കൊരു പ്രശ്നമല്ല. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. അത് പ്രവർത്തകരും അനുഭാവികളും മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രതിപക്ഷ നേതാക്കന്മാരും CPMന്റെ മന്ത്രിമാരും CPMന്റെ ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ സമയം ഏറെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ മാത്രമേ ഇവിടെ ഈ പൊതുദർശനത്തിന് അനുവദിക്കൂ എന്നുള്ളതാണ് നമുക്ക് നേരത്തെ അറിയാൻ സാധിച്ചത്. പക്ഷേ അത് എങ്ങനെ ഈ ആൾക്കാരെ പറഞ്ഞ് സംസാരിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. ഇതിനുശേഷമാണ് പൊതുദർശനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുദർശനം ആലപ്പുഴ കടപ്പുറത്തെ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ്. അവിടെ വെച്ചാണ് പൊതുദർശനം. അവിടെ ആൾക്കാർ 10,000 തടിച്ചുകൂടി നിൽക്കുകയാണ്. പക്ഷേ ഈ മഴ ഒരു ആശങ്കയാണ്. അവിടെ പന്തലൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും എത്രമാത്രം ഈ മഴ സമയത്ത് അവിടെ പൊതുദർശനത്തിന് സാധ്യമാകുമെന്നുള്ള ഒരു വലിയൊരു ആശങ്കയുണ്ട്. അവിടെയും ചുരുങ്ങിയത് ഒരു 2-3 മണിക്കൂറെങ്കിലും അവിടെ പൊതുദർശനം സാധ്യമാക്കിയാൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 10 മണി ആവുമ്പോഴത്തേക്കെങ്കിലും ഇവിടെ ഈ വലിയ ചുടുകാടിൽ സംസ്കാരം നടക്കും എന്നാണ് ഇപ്പോഴത്തെ ഒരു സമയക്രമം വെച്ച് നോക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ അതിൽ കൃത്യമായ കൂടുതൽ ഇടപെടലുണ്ട്. പക്ഷെ അത് ജനങ്ങളുടെ ഒരു വലിയൊരു എതിർപ്പിനെ മറികടന്ന് വേണം ഈ ഭൗതികദേഹം പുറത്തെടുക്കാനായിട്ടുള്ള. അത് എത്രമാത്രം നടക്കുമെന്നുള്ള കാര്യത്തിൽ വലിയൊരു ആശങ്കയുണ്ട്. എന്തായാലും ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമുക്കറിയാം VS എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ആൾക്കാരുടെ മനസ്സിൽ ഉയർന്നത്. ശ്രീകുമാർ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ 2 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച വിലാപയാത്രയാണ്. മഴയത്തും പൊരിഞ്ഞ വെയിലത്തും ഒക്കെ കാത്തുനിന്ന് VSനെ കാണാൻ 10,000-കണക്കിന് ആളുകളാണ് കാത്തു നിൽക്കുന്നത്. ഇത് അദ്ദേഹം ഈ കേരള ജനതയ്ക്കുള്ളിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സ്വാധീനം തന്നെയല്ലേ വ്യക്തമാക്കുന്നത്?
തീർച്ചയായിട്ടും ഇപ്പൊ ഏതാണ്ട് നമുക്കറിയാമല്ലോ 14 വർഷക്കാലം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ഒരാള്, ഒരു തവണ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച വ്യക്തി, വർഷങ്ങളായിട്ട് നിരവധി തവണ MLA ആയിട്ടിരുന്ന, മലമ്പുഴയിലും മാരാരിക്കുളത്തും ഒക്കെ MLA ആയിട്ടിരുന്ന പ്രധാന വ്യക്തി. അദ്ദേഹം ഈ വയസ്സെന്ന് പറയാം, അതായത് ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തി, 84 വയസ്സിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ വ്യക്തി. പക്ഷെ ആ 84-ാം വയസ്സിലും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, സ്വതന്ത്ര സോഫ്റ്റ്വെയർ അടക്കമുള്ള കാര്യങ്ങൾ, ഭൂമാഫിയെ നിയന്ത്രിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, സ്ത്രീ പീഡകർക്കെതിരെ വലിയ മുന്നേറ്റം, അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്കും കയർ തൊഴിലാളികൾക്കും വേണ്ടി ശബ്ദിച്ച രാഷ്ട്രീയ നേതാവ്, സർക്കാരിന്റെ ഭാഗമായിരിക്കുമ്പോഴും വിവിധ സമരങ്ങളിൽ പങ്കെടുത്ത വ്യക്തി, ഈ പ്രായം ഏറെ ചെന്ന സമയത്തും മതികെട്ടാനിലും മറ്റ് ഭൂസമരം നടക്കുന്നവരെല്ലാം മലകൾ കയറിയിറങ്ങി ജനങ്ങളോടൊപ്പം നിന്ന് തന്റെ ആരോഗ്യം പോലും അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തന്റെ അനാരോഗ്യം പോലും അവഗണിച്ചുകൊണ്ട് VS അങ്ങനെ മുന്നേറുന്ന ഒരു കാഴ്ച. ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് VS ഓരോ പടവും ചവിട്ടിക്കയറിയത്. അത് മലയാളികളുടെ ഹൃദയത്തിലേക്കുള്ള ഒരു ചവിട്ടിക്കടവായിരുന്നു VS അന്ന് ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും നമുക്കറിയാം, ഇന്നലെയൊക്കെ ഇരുവശവും കണ്ടുനിന്നതിൽ ഏറ്റവും കൂടുതൽ വനിതകളായിരുന്നു. ഈ വനിതകള് മണിക്കൂറുകളോളം കാത്തുനിന്നാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഞാൻ ചോദിക്കുകയുണ്ടായി പലരോടും, എന്താണ് ഈ സമയവും നിങ്ങൾ ഇത്ര കാത്തു നിൽക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ? അപ്പോൾ അവർ പറഞ്ഞത്, VS മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ രക്ഷകനാണ്, സ്ത്രീ രക്ഷകനാണ് VS. ഇതുപോലൊരു നേതാവിനെ കേരള രാഷ്ട്രീയം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കണ്ടിട്ടേ മടങ്ങുകയുള്ളൂ. ഇതിൽ പലരും VS-നെ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തികളുണ്ട്. അവർ ഇന്ന് അന്തിമ യാത്രയ്ക്ക് അല്ലെങ്കിൽ വിലാപയാത്രയിലാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും VS-നെ കാണുന്നത്. അങ്ങനെ VS എന്ന ഒരു പ്രസ്ഥാനം, VS എന്ന വികാരം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിട്ട് പതിറ്റാണ്ടുകളായി. അത് ചെറുപ്പത്തിൽ തന്നെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട VS ആലപ്പുഴയിൽ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഒരു തൊഴിലാളിയായി ഉദിച്ചുയർന്നു. ആ വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവാണെങ്കിൽ പോലും ഈ 93-ാം വയസ്സിലും അദ്ദേഹം ഹിന്ദി അധ്യാപകനെ കൊണ്ട് ഹിന്ദി പഠിക്കാൻ മനസ്സ് കാണിച്ചതായിട്ട് നമ്മുടെ അദ്ദേഹത്തിന്റെ സന്തോഷ് ഹരിയാരി പറയുകയുണ്ടായി. അങ്ങനെ ഈ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ താല്പര്യങ്ങളും, ഈ വ്യക്തി താല്പര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് തന്നെ സ്വന്തം പാർട്ടിക്കും വേണ്ടി, സ്വന്തം സംസ്ഥാനത്തിനും വേണ്ടി, മലയാളികൾക്കും ഒക്കെ വേണ്ടി പ്രവർത്തിച്ച VS മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് തന്നെ ഏതാണ്ട് 6 വർഷത്തോളം ആകുന്നു. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ VS-നോട് കാണിക്കുന്ന ഒരു സ്വാതന്ത്ര്യവും ഒരു സ്നേഹവും ഒക്കെ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ശരി ശ്രീകുമാർ, VS അച്യുതാനന്ദന് തന്റെ നാടിന്റെ സ്വന്തം ആലപ്പുഴയിലെ പുന്നപ്രയിലെ കണ്ണീർപ്പൂക്കൾ ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ആലപ്പുഴ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെയും 10,000-കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നത്. ഇനിയും കഴിഞ്ഞ ദിവസമെല്ലാം നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം 2 മണിക്കായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്ര ആരംഭിച്ചത്. എന്നാൽ 22 മണിക്കൂറുകളോളം പിന്നിട്ട ശേഷമായിരുന്നു അത് ആലപ്പുഴ എത്തിയത്. ഇപ്പോൾ വീണ്ടും നേരത്തെ മുൻനിശ്ചയിച്ചിട്ടുള്ള സമയക്രമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള ഒരു രീതി തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അരമണിക്കൂറാണ് ആലപ്പുഴ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകുമെന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനായി അവസാനമായി കാണാനെത്തുന്നതിന്റെ ഭാഗമായി തന്നെ ഇനിയും അത് നീണ്ടേക്കാമെന്നുള്ള ഉൾപ്പെടെയുള്ള സൂചനകളാണ് B. ശ്രീകുമാർ നൽകിയത്.